ശ്വേത, നമ്മൾ പറഞ്ഞു വന്നത് ഈ പുതിയ സംരംഭക രംഗത്തേക്ക് വനിതകൾ സജീവമായി വരുന്നതിന് സർക്കാരിൻ്റെ പോളിസികൾ ഏറെ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. മേക്കിംഗ് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഭാരതത്തിലെ ഇത്തരത്തിലുള്ള വ്യാവസായിക രംഗത്തെ ഈ കുതിപ്പ് നമ്മുടെ രാജ്യത്തിന് വരുത്തി വെക്കുന്ന സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾക്കുണ്ടാകുന്ന വലിയ മുന്നേറ്റം അത്ര ചെറുതായി കാണാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ പോളിസി മാറ്റം ഈ രംഗത്ത് വലിയ പ്ലസ് പോയിന്റ് തന്നെയല്ലേ സമ്മാനിക്കുന്നത് ശ്വേത? തീർച്ചയായിട്ടും ഓരോ വീട്ടിലും ചില സ്ത്രീകൾക്ക് ഇപ്പോൾ കുഞ്ഞു പിള്ളേരെ വീട്ടിലിരുത്തിയിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. എന്തെങ്കിലും ചെറിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ കോസ്മെറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല പ്രോഗ്രാംസ് ആണ്. ഇതിനനുസരിച്ചിട്ടുള്ള ഓരോ ലേഡീസിനും മുന്നോട്ട് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായും നമുക്ക് ഇത്തരം നേട്ടങ്ങളൊക്കെ ഉള്ളപ്പോഴും ഭാരതത്തിലെ തൊഴിലവസരങ്ങളുടെ എണ്ണം, ദാരിദ്ര്യാവസ്ഥ, ഇതൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ.